നമസ്കാരം. മോഹൻലാലും ദിലീപും മുഖ്യമന്ത്രിയും ഭാവനയും വൈറലാണ്, ചർച്ചയാണ് പലതും. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. നമുക്കറിയാം, ദിലീപിന്റെ ബബ്ബബ്ബ എന്ന് പറയുന്ന ഒരു സിനിമ 18-ാം തീയതി റിലീസാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. KSRTC ബസ്സിൽ പോലും ദിലീപിന്റെ ഏറ്റവും ഹിറ്റായിരുന്ന പറക്കും തളിക എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ സ്ത്രീകളുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. തെരുവിലും പലയിടങ്ങളിലുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ദിലീപിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോഴും ദിലീപിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ലാലേട്ടൻ ഗസ്റ്റ് റോളിൽ അഭിനയിക്കുന്ന ബബ്ബബ്ബയ്ക്ക് വേണ്ടിയുള്ള വലിയ പ്രമോഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സിനിമ ബുക്ക് മൈ ഷോയിൽ വന്നപ്പോൾ ആദ്യത്തെ മണിക്കൂറിൽ വലിയ രീതിയിൽ തന്നെ ഒരു ബുക്കിംഗ് ഒക്കെ നമ്മൾ കണ്ടു. പിന്നീട് ആ ബുക്കിങ്ങിന്റെ എണ്ണം കുറഞ്ഞു വരുന്നത് കാണാനിടയായി. തുടക്കം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ബുക്കിംഗ് ആണ് കേട്ടോ കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ ഇതൊരു PR വർക്കിന്റെ ഭാഗമല്ലേ എന്ന് തോന്നിയതാണ്. വേറൊന്നും കൊണ്ടല്ല. ആദ്യത്തെ മണിക്കൂർ 19,000 20,000 ഒക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് രാത്രിയാകുമ്പോൾ അത് വെറും 1000 ആകുന്നു, 2000 ആകുന്നു. അങ്ങനെ രീതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയൊക്കെ കാണാനിടയായി. ഈ 19,000 ഒക്കെ കയറിയപ്പോ മറ്റുള്ള മാധ്യമങ്ങളുടെ വാർത്ത എന്താണ്? ബോക്സ് ഓഫീസ് തൂക്കി ബബ്ബബ്ബ എന്ന് പറഞ്ഞ് നീങ്ങുകയാണ്. അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി കുറെ ടിക്കറ്റുകളൊക്കെ മേടിച്ചതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെന്തുമാകട്ടെ. മാത്രമല്ല, ഇങ്ങനൊരു വാർത്ത വരാനിടയായ ഒരു സാഹചര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ സിനിമയുടെ ഒരു ലിറിക് ഗാനം പുറത്തു വന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രശംസയൊന്നും പിടിച്ചു പറ്റിയില്ല. ലാലേട്ടന്റെയും ദിലീപിന്റെയും അഴിഞ്ഞാട്ടം എന്ന രീതിയിലൊക്കെയാണ് ഇത് അവതരിപ്പിച്ചത്. പക്ഷേ രണ്ടുപേരുടെയും അഴിഞ്ഞാട്ടം ഒന്നും പറഞ്ഞാൽ പോരാ, തോന്നിവാസമായി എല്ലാവർക്കും തോന്നി. പാട്ടിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നു. വിമർശനങ്ങൾ വന്ന ശേഷം ഒരു തണുപ്പ മട്ടാണ് സിനിമയുടെ ആ ഒരു പാട്ടിനും പ്രമോഷനും ഒക്കെ ലഭിച്ചത്. പിന്നാലെയാണ് ഈ ബുക്ക് മൈ ഷോയിൽ ഇങ്ങനെ ഒരു സംഗതിയൊക്കെ വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടത്. മാത്രവുമല്ല, കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടിയാക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിൽ പിന്നെ ഈ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ പുറത്തു വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടല്ലോ. അങ്ങനെ പുറത്തു വന്നപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ലാലേട്ടന്റെ വേഷവും അല്ലെങ്കിൽ ലാലേട്ടനെയും കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണ്? അതായത് ഈ വിധി വരുന്നതിന് മുമ്പാണല്ലോ ഈ സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചത്. അപ്പൊ മോഹൻലാൽ ആർക്കൊപ്പമാണ് എന്നുള്ള ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. ശേഷം ഈ ശിക്ഷ പ്രഖ്യാപിക്കുന്ന സമയത്തും ലാലേട്ടന്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ദിലീപിനൊപ്പമുള്ള ഫോട്ടോയാണ്. ആ ഫോട്ടോയ്ക്ക് അടിയിലേക്ക് വന്നു നിറഞ്ഞ കമന്റുകൾ, ലാലേട്ടന്റെ സ്ത്രീ ആരാധകർ രേഖപ്പെടുത്തിയ കമന്റുകൾ, നാണം തോന്നുന്നില്ലേ ലാലേട്ട എന്ന് തന്നെയാണ് ചോദിച്ചത്. എന്തുമാകട്ടെ, സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. പക്ഷെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോഴും ലാലേട്ടനൊക്കെ നേരിടാൻ പോകുന്ന വലിയ കടുത്ത വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങൾ ലാലേട്ടനെ പോലുള്ള ഒരു നടൻ ഏണി വെച്ച് പിടിച്ചതാണ് എന്ന് പറയാതെ വയ്യ. ലാലേട്ടനൊക്കെ എന്തിനാണ് ഈ പറയുന്ന ദിലീപിനെ വഹിക്കുന്നത്? ലാലേട്ടനൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്? ലാലേട്ടന് WCC സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ പൃഥ്വിരാജും ടോമിനോയും ആസിഫ് അലിയും സ്വീകരിക്കുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാനുള്ള നട്ടലും തന്റെ അടവും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു നാളുകളായി ദിലീപിനൊപ്പം പൃഥ്വിരാജോ അങ്ങനെ നട്ടലുള്ള നടന്മാർ എന്ന് വേണം പറയാൻ, അങ്ങനെയുള്ള ആരും തന്നെ അഭിനയിച്ച് നമ്മൾ കണ്ടിട്ടില്ല. എന്തിന് മമ്മൂട്ടി പോലും ഒരു രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തി പോലും നമ്മൾ കണ്ടിട്ടില്ല. ആ സാഹചര്യത്തിലാണ് മോഹൻലാലിനെ പോലുള്ള ഒരു മഹാനടൻ അയാളുടെ പടത്തിൽ അഭിനയിക്കുകയാണ്. പടത്തിൽ അഭിനയിക്കുന്നു എന്ന് മാത്രമല്ല, പടത്തിന്റെ ഒരു വലിയ പ്രൊമോഷന്റെ ഭാഗമായി മാറുകയാണ്. ആ പടത്തിൽ എന്ത് ഗസ്റ്റ് റോൾ ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗസ്റ്റ് റോൾ ആയിട്ട് പോലും എന്തു രീതിയിലുള്ള ജാഗ്രതയാണ് വീണ്ടും ദിലീപിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഇയാൾ നടത്തുന്നത് എന്ന കാര്യത്തിലൊന്നും തർക്കമൊന്നുമില്ല. എന്തായാലും ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ എന്നൊക്കെ പറഞ്ഞാണ് ആളുകൾ പ്രതികരണം രേഖപ്പെടുത്തുന്നത്. എന്താകും ബോക്സ് ഓഫീസിൽ സിനിമയുടെ അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. സിനിമയ്ക്ക് വേണ്ടി വലിയ ഹൈപ്പ് കൊടുത്തുകൊണ്ട് ദിലീപിന് വേണ്ടി വലിയ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഒക്കെ ഇവിടെ കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ലേശം ഉളുപ്പ് ലാലേട്ട എന്ന് ഇപ്പോഴും ഞാൻ ചോദിച്ചു പോവുകയാണ്. കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. ആ നിലപാടാണ് നിങ്ങളെ വലിയ സൂപ്പർ സ്റ്റാർ ആക്കി ജീവിതത്തിൽ മാറ്റുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വെറും തരം താഴ്ന്നു പോയി എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല. ലാലേട്ടൻ ആരാധകർക്ക് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഒക്കെ ഒരു ദേഷ്യമൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. ലാലേട്ടൻ ഒരുപാട് പടങ്ങളൊക്കെ ഫസ്റ്റേ തന്നെ പോയി കണ്ടിരുന്നു. ലാലേട്ടന്റെ സിനിമകൾ കാണുന്ന എനിക്കൊരു ഹരമാണ്. പക്ഷെ ലാലേട്ടൻ ഈ ജീവിതത്തിൽ കാണിക്കുന്ന ഇത്തരം സാധനങ്ങളോട്, ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകളോട് എനിക്ക് ഇന്നും അന്നും ഒക്കെ വെറുപ്പും എനിക്ക് താല്പര്യക്കുറവുമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ ലാലേട്ടൻ സ്വീകരിച്ച നിലപാടൊക്കെ ഇത്തരത്തിലൊരു ഒഴുക്കം മട്ടായിരുന്നു. അത്തരം കാര്യങ്ങളോടൊന്നും
നമുക്ക് യാതൊരു രീതിയിലുള്ള താല്പര്യവുമില്ല. എന്തായാലും ലാലേട്ടൻ ദിലീപിനെയൊക്കെ വളർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തട്ടെ. ലാലേട്ടനെ എന്തായാലും ഈ നാട്ടിലെ പ്രേക്ഷകർ ഏത് കണ്ണുകളിലൂടെയാണ് കാണുന്നതെന്നൊക്കെ ആ കമന്റ് ബോക്സ് ഒക്കെ ഇടയ്ക്കൊന്ന് കണ്ണെടുത്ത് ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോൾ ലാലേട്ടനും മനസ്സിലാക്കാൻ സാധിക്കും. ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ലാലേട്ടന് കോട്ടമാണോ നേട്ടമാണോ ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ ലാലേട്ടൻ തന്നെ വിലയിരുത്തുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. എന്തായാലും ഡിസംബർ 25-ാം തീയതി ലാലേട്ടന്റെ 2 സിനിമകളാണ് ഇറങ്ങുന്നത്. ഒന്ന് വൃഷഭ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. ആ സിനിമയ്ക്ക് ഒരു തണുത്ത പ്രതികരണമൊക്കെയാണ് നിലവിൽ ഇന്നലെ ഇറങ്ങിയ ട്രെയിലറുമായി ബന്ധപ്പെട്ട് കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നത്. എല്ലാ കമന്റ് ബോക്സും വന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരേ ചോദ്യമാണ്, എന്തിനാണ് നിങ്ങൾ ആ സിനിമയിൽ അഭിനയിച്ചത്, ഈ പറയുന്ന ബബ്ബയിൽ അഭിനയിച്ചത്, എന്തിനാണ് ദിലീപിനൊപ്പം നിങ്ങൾ അഭിനയിച്ചത് എന്നൊക്കെ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുവാകട്ടെ, ഇത് ഏണി വെച്ച് പിടിച്ചതാണല്ലോ. നമുക്ക് ഈ പറയുന്ന പോലെ ലാലേട്ടൻ ഇതൊക്കെ ചിന്തിക്കാതെ ഇറങ്ങി തിരിച്ചാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ലാലേട്ടന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തിന് ലാലേട്ടൻ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ അയാൾ തന്നെ വ്യക്തത വരുത്തട്ടെ. ഇനി വലിയൊരു മനോഹരമായിട്ടുള്ള കാഴ്ച ഇന്നലെ കാണാനിടയായി. അതായത് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ വിരുന്നിൽ തിരുവനന്തപുരത്ത് മുഖ്യ അതിഥിയായിട്ട് എത്തിയത് ലാലേട്ടനൊന്നും അല്ല കേട്ടോ. ലാലേട്ടനെയാണല്ലോ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി പല പരിപാടികളിലുമൊക്കെ സർക്കാർ പൊക്കിപ്പിടിച്ച് കൊണ്ട് നടന്നത്. എന്തായാലും ലാലേട്ടനെ കൈവിട്ടിരിക്കുന്നു. ഭാവനയെയാണ് ഇന്നലെ കൊണ്ടുവന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. വലിയൊരു കയ്യടി ഇന്നലെ സർക്കാരിന് ലഭിച്ചു. ഞാൻ സത്യത്തിൽ വിചാരിച്ചു ഒന്നല്ലെങ്കിൽ ഈ പറയുന്ന മോഹൻലാലിനെ തന്നെയാവും ഇക്കുറി കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് കരുതുന്നത്. പക്ഷെ ഭാവനയെ കൊണ്ടുവന്ന് ഇറക്കി ചില കാര്യങ്ങളിലൊക്കെ ഒരു നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ചിലർക്കുള്ള മറുപടി മുഖ്യമന്ത്രിയും സർക്കാരും കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ സർക്കാർ, ഇതാകണം സർക്കാർ എന്ന് പറഞ്ഞു വെക്കുകയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ദിലീപിനെതിരെ സംസാരിക്കുന്നവർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള സൈബർ ആക്രമണമാണ് കേട്ടോ. അത് ഒന്നാമത്തെ കാര്യം. മഞ്ജു വാര്യർക്കെതിരെ നടക്കുന്ന ആക്രമണം, അതിജീവിതക്കെതിരെ നടക്കുന്ന ആക്രമണം ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണം നടത്തുന്ന ആളുകളുടെ വീട്ടിലാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമായിരുന്നോ? ഇങ്ങനെ ഇത്തരം അക്രമികൾക്ക് കുടപിടിച്ച് നടക്കുമായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അയാളെ കുറ്റമുക്തനാക്കി എന്ന് പറയുമ്പോഴും അതിന് മേളിലും കോടതികളുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നിയമപോരാട്ടം അതിജീവിത തുടരുകയാണ്. സർക്കാർ ആ വിധിയുമായി ബന്ധപ്പെട്ട് അപ്പീലിന് പോയിരിക്കുകയാണ്. ഈ വിഷയത്തിലൊക്കെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടാണ്, പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടാണ്. ഈ വിധി പുറത്തു വന്നപ്പോൾ തന്നെ അടൂർ പ്രകാശ് നടത്തിയ പ്രതികരണം ദിലീപിന് നീതി കിട്ടി എന്നാണ് പറഞ്ഞത്. അപ്പീലിന് പോകാൻ നാണമില്ലേ സർക്കാരിന്, വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് അടൂർ പ്രകാശ് പറയുന്ന കാഴ്ച കണ്ടു. അപ്പോ ഈ വിഷയത്തിൽ, ഈ നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷം എവിടെയാണ് എന്നുള്ള കാര്യം ഇനി നമ്മൾ വരച്ചു കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. പണ്ട് ഈ ദിലീപിനെ കുറ്റമുക്തനാക്കുന്നതിന് മുമ്പ് തന്നെ JB മേത്തറൊക്കെ നഗരസഭയിൽ, ആലുവ നഗരസഭയിൽ നടന്ന പരിപാടിയും ദിലീപിനൊപ്പം നിന്ന് സെൽഫി എടുത്ത ചിത്രവുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതുമൊക്കെ ഈ വാർത്തയ്ക്കൊപ്പം ചേർത്ത് വെക്കുകയാണ്. എന്തായാലും ഈ സർക്കാരിൽ സ്ത്രീകൾക്ക് എന്താണ് വലിയ ഒരു പ്രതീക്ഷ എന്നറിയാമോ? ഒരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ എത്ര വലിയ കൊമ്പനാണെങ്കിലും, എത്ര വലിയ കൊല കൊമ്പനാണെങ്കിലും ഈ സർക്കാർ ഇരയ്ക്കും അതിജീവിതയ്ക്കൊപ്പം തന്നെ ആയിരിക്കും. അത് എല്ലാ ഘട്ടത്തിലും നമുക്ക് വളരെ തെളിഞ്ഞു തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ എന്താണ് പറയുന്നത്? അതിജീവിതയ്ക്കൊപ്പം തന്നെ, അവൾക്കൊപ്പം തന്നെ എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഏറെ ആശ്വാസം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുമൊക്കെ സർക്കാർ സ്വീകരിച്ച നിലപാടും ഈ ഒരു സന്ദർഭത്തിൽ പറയാതെ പോകാൻ കഴിയില്ല. ഇവിടെ എത്രയോ സർക്കാരുകൾ ഭരിച്ചു, എത്രയോ സർക്കാരുകൾ കടന്നുപോയി. ഏതെങ്കിലും ഒരു സർക്കാരിന് തോന്നിയോ ഈ പറയുന്ന സിനിമാ മേഖലയിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള പല വിഷയങ്ങളെ പറ്റിയൊക്കെ ഒരു സ്റ്റഡി നടത്താൻ? അത് നടത്തിക്കഴിഞ്ഞ ശേഷം എന്താണ് നമ്മൾ കണ്ടത്? പുരുഷാധിപത്യം നമ്മൾ കണ്ടു, സ്ത്രീകൾ നേരിടുന്ന കൊടിയ ക്രൂരതയും മർദ്ദനങ്ങളും നമ്മൾ കണ്ടു. അങ്ങനെ പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുമായി ബന്ധപ്പെട്ട് നിരവധി താരങ്ങൾ, നമ്മുടെയൊക്കെ പല ഫേവറേറ്റ് താരങ്ങൾ എന്ന് പറയുന്ന പല ആളുകളുമൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ആ വിഷയത്തിൽ വലിയ സൂപ്പർ സ്റ്റാറുകൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നട്ടലുള്ളവർ എന്ന് വിശ്വസിച്ചവരൊക്കെ വാഴപ്പിണ്ടിയാണ് ഞങ്ങൾക്ക് നട്ടലിന്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന കാഴ്ച നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെ ഒരുപാട് സംഭവകാശങ്ങളൊക്കെ ഉണ്ടായല്ലോ. എന്തായാലും ബബ്ബ എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ തിയേറ്ററിൽ പോയി കാണില്ല, ഞങ്ങൾ അത് TV-യിൽ വന്നാൽ പോലും കാണില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എന്തായാലും സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ആളുകളുമുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം സിനിമയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന്, ബോക്സ് ഓഫീസിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് കാണാം. ദിലീപിന്റെ PR വർക്കുകളൊക്കെ നടക്കട്ടെ. ദിലീപ് എന്ന് പറയുന്ന ഈ നടൻ, ജനപ്രിയ നായകൻ എന്ന് പറയുന്ന പഴയ ലേബൽ തിരിച്ചെടുക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുമ്പോൾ നമ്മുടെ മലയാളത്തിന്റെ OG എന്ന ലേബലിലൊക്കെയാണ് എന്തായാലും ബബ്ബയിൽ ലാലേട്ടന്റെ ഒരു ടാഗ് ഒക്കെ എഴുതി കാണിക്കുന്നത്. അങ്ങനെ OGക്ക് ജനപ്രിയ നായകൻ എന്ന പട്ടം ദിലീപിന് തിരിച്ചെടുത്ത് കൊടുക്കാൻ കഴിയുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. എന്നാലും എന്റെ ലാലേട്ട ഇത്രയ്ക്ക് വേണ്ടായിരുന്നു, പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.